രണ്ടു കൂട്ടരും ഇതിൽ വാദിയും പ്രതിയും രണ്ടു കൂട്ടരും സ്വഭാവം അത്ര ഒരു ക്ലിയർ ആണ്. വീണ് പരിക്ക് പറ്റിയെന്ന് ഡോക്ടറെ അടുത്ത് കള്ളം പറഞ്ഞു. പക്ഷേ ഡോക്ടർക്ക് സംശയം തോന്നി ഇതെങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞ് ഡോക്ടർ ഈ കൂടെ വന്നതിനെ വളരെ നേരെ ക്വസ്റ്റ്യൻ ചെയ്തതിൻ്റെ ഫലത്തിലാണ് സുനിൽകുമാർ മറിഞ്ഞടിച്ച് വീണ് ഗുരുതര പരിക്കാണ്. വാരിയലുകളെല്ലാം ഒടിഞ്ഞു നുറുങ്ങിയിരിക്കുന്നു. ശ്വാസകോശവും തകർന്നിരിക്കുന്നു. ഏത് നിമിഷവും മരണം സംഭവിക്കാം. മരുമകനായ അഭിലാഷാണ് അമ്മായിപ്പിനെ താങ്ങിയെടുത്തുകൊണ്ട് ആശുപത്രിയിൽ എത്തിച്ചിരിക്കുന്നത്. സുനിൽകുമാർ മരണത്തിലേക്കുള്ള യാത്ര ആരംഭിച്ചു. പക്ഷേ മരിക്കുന്നതിന് മുമ്പ് അയാൾ ആ സത്യം പറഞ്ഞു. ഞാൻ മറിഞ്ഞു വീണതല്ല, എന്നെ കമ്പിവടി കൊണ്ട് തല്ലിച്ചതച്ചതാ. ആ ക്രൂരകൃത്യം ചെയ്ത ആളുടെ പേരും പറഞ്ഞു. ഒരാളും പ്രതീക്ഷിക്കാത്ത ഒരു പേര്. പിന്നെ സുനിൽകുമാർ കണ്ണുകളടച്ചു. ആരായിരിക്കും ഈ ക്രൂരകൃത്യം ചെയ്തത്? 2 ദിവസത്തിന് മുമ്പ് ഒരു മഞ്ച പ്രദേശത്തെ ഒരു സാംസ്കാരിക നായകനെന്ന് വേണം പറയാം. അല്ലെങ്കിൽ അവിടുത്തെ പൊതുപ്രവർത്തനങ്ങളൊക്കെ ഇടപെട്ടുകൊണ്ടിരുന്ന സുനിൽകുമാർ എന്ന സുനിൽ ദാരുണമായ ഒരു കൊലപാതകം നടന്നു. അത് കുടുംബത്തിലെ മരുമോനാണ് അദ്ദേഹത്തെ കൊലപ്പെടുത്തിയത്. എന്ന് പറഞ്ഞാൽ വളരെ സാധുവായ ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് ആരുമായിട്ട് ഒരു പ്രശ്നമില്ലാതെ ചെറിയ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് അതൊക്കെ നടക്കുന്ന മനുഷ്യനാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ മകളുടെ ഭർത്താവ് വളരെ ദാരുണമായി കമ്പി കൊണ്ട് ഭാര്യയിലും തലയിലും അടിച്ച് ദാരുണമായ രീതിയിൽ കൊലപ്പെടുത്തി. അതിൻ്റെ പ്രതിയെ പോലീസിൻ്റെ സഹായത്തോടെ ഉടൻ തന്നെ പിടിക്കാൻ സാധിച്ചു. പക്ഷേ ആ കുടുംബത്തിനെ സംബന്ധിച്ചോളം ഏറ്റവും വേദനാജനകമായ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. യഥാർത്ഥത്തിൽ ഇയാൾ ഒരുപാട് ക്രിമിനൽ കേസിലുള്ള പ്രതിയാണെന്ന് കേൾക്കുന്നുണ്ട്. അത് ഈ നമ്മളെ മരിച്ചുപോയ സുനിയുടെ മോളുടെ ഭർത്താവാണ് ബിജു എന്ന് പറഞ്ഞാൽ. ക്രിമിനൽ കേസിലുള്ള പ്രതിക്ക് ഉപരി നമ്മളെ നെടുമങ്ങാട് സ്റ്റേഷനിൽ മാസത്തിലൊരു 4 ദിവസമെങ്കിലും ഇദ്ദേഹത്തിൻ്റെ പേരിൽ അടിപിടി കേസാണെങ്കിലും ഇല്ലെങ്കിൽ മയക്കുമരുന്നിൻ്റെ പേരിലാണെങ്കിലും ഇദ്ദേഹത്തെ സ്ഥിരം ഇവിടെ കൊണ്ടുവരികയും ഒരു ചെറിയൊരു ഗുണ്ട സെറ്റപ്പൊക്കെ ഉള്ള ഒരു കക്ഷിയാണ് പുള്ളിക്കാരൻ ആരുമായ ഒരു ബന്ധമില്ല. ഈ പെൺകുട്ടിയെ വർഷങ്ങൾക്ക് മുമ്പ് വിളിച്ചിറക്കി കൊണ്ട് പോവുകയാണ് ചെയ്തത്. അതിൻ്റെ പേരിൽ ഒരു സംഭവം കൂടി ഇതിൻ്റെ പിന്നിൽ ഉണ്ടോ എന്നൊരു സംശയമുണ്ട്. യഥാർത്ഥത്തിൽ വിവാഹം കഴിച്ചു കൊടുത്തല്ല, ഇയാളെ ഗുണ്ട ഇതിൽ ആ ഒരു ബലത്തിൽ പെൺകുട്ടിയെ വിളിച്ചുകൊണ്ട് പോവുകയാണ്, തട്ടിക്കൊണ്ടു പോവുകയാണ് ചെയ്തത്. അതിൻ്റെ പേരിൽ പോലീസ് സ്റ്റേഷനിൽ കേസൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പുള്ളിക്കാരൻ അവസാനം മരിച്ച സുനിക്ക് വേറെ നിർവ്വാഹമില്ലാത്തതുകൊണ്ട് പുള്ളിക്കാരൻ്റെ കൂടെ പറഞ്ഞു വിടേണ്ട ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായത്. കൊലപാതക ദിവസം എന്താണ് യഥാർത്ഥത്തിൽ നടന്നത്? യഥാർത്ഥത്തിൽ നടന്നതെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ അവിടെ ഈ സുനി എന്ന് പറഞ്ഞ ഒരു മാന്യനായകൻ വൈകുന്നേരം വീട്ടിൽ പോയിരുന്ന സമയത്ത് എന്തോ ഒരു ഗ്യാസ് കുറ്റിയെടുത്ത് വിറ്റു എന്ന് പറഞ്ഞ നിസ്സാരമായ കാര്യത്തിലാണ് ഈ മരുമോൻ ഒരു കമ്പിപ്പാരെടുത്ത് അടിച്ചപ്പോൾ യഥാർത്ഥത്തിൽ വാരിയെല്ലാം തലയിലുമാണ് കൊണ്ട സമയത്ത് ഈ ബിജുവിൻ്റെ ഒരു കൂട്ടുകാരനും ഈ സുനിയുടെ ഒരു കൂട്ടുകാരനും കൂടി ചേർന്നാണ് ആശുപത്രിയിൽ കൊണ്ടുപോയത്. ആശുപത്രിയിൽ കൊണ്ടുപോയ സമയത്ത് ഇത് വീണ് പരിക്ക് പറ്റിയെന്ന് ഡോക്ടറെ അടുത്ത് കള്ളം പറഞ്ഞു. പക്ഷേ ഡോക്ടർക്ക് സംശയം തോന്നി ഇതെങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞ് ഡോക്ടർ ഈ കൂടെ വന്നതിനെ വളരെ നേരെ ക്വസ്റ്റ്യൻ ചെയ്തതിൻ്റെ ഫലത്തിലാണ് ഇങ്ങനെയൊക്കെ മരുമോൻ കമ്പിപ്പാര കൊണ്ട് അടിച്ചതാണെന്ന് ഈ സുനി മരിച്ച ആൾ പറഞ്ഞത്. അത് മരിച്ച ആളിന് അപ്പോഴേ തന്നെ മനസ്സിലായി വളരെ തലയ്ക്കും പരിക്കുമൊക്കെ വന്നപ്പോൾ വളരെ ഡേഞ്ചർ അപകട അവസ്ഥയിലാണെന്ന് മനസ്സിലായതിന് അദ്ദേഹം ഒരു മൊഴി പറയുന്ന പോലെയാണ് ഈ ഡോക്ടർക്ക് കാര്യങ്ങൾ വിശദീകരിച്ചത്. എൻ്റെ മരുമോൻ എന്നെ കമ്പിപ്പാരയിട്ട് അടിച്ച് വാരിയൽ പൊട്ടി തല പൊട്ടിയതാണ്, ചിലപ്പോൾ എൻ്റെ അവസാനത്തെ മരണമൊഴിയായിരിക്കും എന്ന് പറയും. അതാണ് പോലീസ് കേസിനെ ആസ്പദമാക്കി എടുത്ത ഒരു പ്രധാന ഘടകമെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. കേസോട്ട് മുന്നോട്ട് പോകുമ്പോൾ മോൾ ആരെ വശത്താണ് നിൽക്കുന്നത്? സ്വന്തം ഭർത്താവിനെ കൊന്ന മരുമോനെ സഹായിക്കാൻ നിന്നാൽ അത് ആ കുടുംബത്തിലെ ഏറ്റവും വലിയ പാപമായിരിക്കും. അതുപോലെയാണ് മോള് സ്വന്തം അച്ഛനെ കൊന്ന ഭർത്താവിനെ സഹായിക്കാൻ നിന്നാലും അത് ഏറ്റവും വലിയ ദ്രോഹമായ നടപടിയാണ്. അത് ആ കുടുംബത്തിനകത്തുള്ള ഏറ്റവും വലിയ പ്രശ്നമാണ്. ഇവരാണ് ഇതിൻ്റെ സാക്ഷികൾ. അപ്പോൾ അവർ എവിടെ നിൽക്കും എന്നുള്ളതാണ് ഇപ്പോൾ സമൂഹത്തിലെ ഏറ്റവും വലിയ ചോദ്യം. ക്യാരക്ടർ എങ്ങനെയാണ്? പുള്ളി ഇപ്പോൾ വളരെ മോശമായ ഒരു ക്യാരക്ടറാണ്. പിന്നെ ആദ്യകാലങ്ങളിലൊക്കെ സാമൂഹിക രാഷ്ട്രീയ രംഗത്തൊക്കെ ഉണ്ടായിരുന്നു. വളരെ ഫേമസ് അല്ല എങ്കിൽ പോലും ഈ പ്രദേശത്തെ മിക്ക കാര്യങ്ങൾക്കും ഓടി നടക്കുന്ന ഒരു വ്യക്തിയാണ്. പിന്നെ റിയൽ എസ്റ്റേറ്റുമായിട്ട് ചെറിയ റിയൽ എസ്റ്റേറ്റുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പോണൊരു കക്ഷിയാണ്. പക്ഷേ ഇവർ രണ്ടു കൂട്ടരും ഇതിൽ വാദിയും പ്രതിയും രണ്ടു കൂട്ടരും സ്വഭാവം അത്ര ഒരു ക്ലിയർ അല്ല. കാരണം ഇവരെ ഫാമിലിക്കകത്ത് നടക്കുന്ന കാര്യം പുറത്ത് ആർക്കും അറിയാൻ പറ്റാത്ത ഒരിതാണ്. ഈ അമ്മയും മരുമോളും എപ്പോഴും തമ്മിൽ എന്നും വഴക്കാണെന്നും നാട്ടുകാർ പറയുന്നല്ലോ. അല്ല, അവര് ഈ അമ്മായിയപ്പനും അച്ഛനും മോളും അതുപോലെ തന്നെ അമ്മയും ഇവരെല്ലാവരും നിരന്തരം ഇങ്ങനെയുള്ള വിഷയങ്ങൾ ആണ്. അവർ കോടതിയിൽ വരുമ്പം മൊഴി മാറ്റി പറയാൻ സാധ്യതയുണ്ട്. കാരണം അവർക്ക് ഇനി വരുന്ന ഒരാളുടെ ആ മകളുടെ ജീവിതത്തെക്കുറിച്ച് അവർ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ സാധ്യതയുള്ളൂ. അപ്പോൾ ഇതൊരു അനീതിയല്ലേ? അത് നീതിയുടെ മുമ്പിൽ നോക്കുമ്പോൾ അത് അനീതിയാണ്. പക്ഷേ പുള്ളിയുടെ പ്രവർത്തികൾ നോക്കുമ്പോൾ അവർക്കതാണ് ശരിയെന്ന് തോന്നും.
പുള്ളി ഇതുപോലെ പുറത്തു വന്നാലും നാളെ അച്ഛന് സംഭവിച്ചാലോ സ്വന്തം അമ്മയ്ക്കോ അല്ലെങ്കിൽ തനിക്കോ സംഭവിച്ചാലോ അമ്മായിയമ്മയ്ക്ക് സംഭവിക്കാം. ഇപ്പം ഇതിൽ രണ്ട് പക്ഷത്തു നിന്ന് നോക്കുമ്പോഴും അവർക്ക് അർഹമായ ആ മരിച്ചുപോയ വ്യക്തിക്ക് ഒരു നീതി കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അമ്മയും മകളും അച്ഛൻ അനുകൂലമായി സാക്ഷി പറയുകയാണെങ്കിൽ ഭർത്താവ് നഷ്ടപ്പെടും, ഭർത്താവ് ജയിലിൽ പോകും. മറിച്ചാണെങ്കിൽ ആ അച്ഛനോട് ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു ക്രൂരതയാണ്. പുള്ളിക്കാരെ കമ്പ്യൂട്ടർ അടിച്ചു എന്ന് പുള്ളിക്കാരൻ ഹോസ്പിറ്റലിൽ വെച്ച് ഡോക്ടറിനോട് പറഞ്ഞു. അതാണ് മരണമൊഴിയായിട്ട് വരുത്തിയത്. ഹലോ, പൈശാചികമായിട്ടാണ് അത് ചെയ്തത്. അത് പുറത്തുള്ളവരും ഈ സംഭവത്തിന് ശേഷവും അത് കാരണം ഇവിടെ ഈ നിത്യവും ഇങ്ങനെ വഴക്കുകൾ നടക്കും. ആരും അയലത്തുകാരോ അല്ലെ അത് സുഹൃത്തുക്കളോ ആരും അവിടെ പോകാറില്ല. കാരണം പുള്ളി ഒരു 1.5 വർഷം കൊണ്ട് പുള്ളിയുടെ സ്വഭാവത്തിന് ഒരുപാട് മാറ്റങ്ങളുണ്ട്. പുള്ളി നേരത്തെ അങ്ങനെ അല്ലായിരുന്നു, ഒരുപാടും ഡീസൻ്റായിട്ട് കാര്യങ്ങളൊക്കെ നീറ്റായി പോയിക്കൊണ്ടിരുന്നതാണ്. ഇപ്പം എന്തോ വീട് നിന്ന് അകന്നത് പോലെയാണ്, ആ ഒരു സ്ഥിതിയാണ്. പിന്നെ അവരെ പുള്ളിയുടെ ആണെന്ന് തോന്നുന്നു, കുടുംബ ആണെന്ന് തോന്നുന്നു. പുള്ളി ഇപ്പം റോഡിൽ അങ്ങനെ ഇറങ്ങില്ല, നേരെ ബാറിൽ പോകും, അവിടെ നേരെ ഇവിടെ വരും, അങ്ങനെയുള്ള ഒരു സാഹചര്യമാണ്.